8ാമത്തെ അവതാരമാണ് ബലരാമൻ. ഭൂമിയിൽ ദുഷ്ടന്മാരുടെ ഉപദ്രവം വർദ്ധിച്ചു, അതോടൊപ്പം ദുഷ്ടതകളുമേറി. ഇതിന് പരിഹാരം കാണുന്നതിനായി ഭൂമിദേവിയും ദേവന്മാരും കൂടി വിഷ്ണു ഭഗവാനെ ചെന്ന് കണ്ടു. അപ്പോൾ ഭഗവാൻ തന്റെ ശിരസിൽ നിന്നും വെളുത്തതും കറുത്തതുമായ 2 രോമങ്ങൾ എടുത്ത് അവ അവതാരങ്ങളായി തീരുമെന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ബലരാമനും ശ്രീകൃഷ്ണനും അവതരിച്ചു. മധുരയിലെ ഭരണാധികാരിയായ ഉഗ്രസേനന്റെ സഹോദരപുത്രിയായ ദേവകിയെ ശൂരസേനന്റെ പുത്രനായ വാസുദേവൻ വിവാഹം കഴിച്ചു. ഉഗ്രസേനന്റെ പുത്രനായിരുന്നു കംസൻ. വിവാഹ ഘോഷയാത്രാ വേളയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന അശരീരി ഉണ്ടായി. ഇത് കേട്ട് കംസൻ ദേവകിയെ വധിക്കാനൊരുങ്ങി. യാദവ പ്രമുഖരുടെയും വസുദേവരുടെയും ഇടപെടൽ മൂലം കംസൻ ദേവകിയെ വധിച്ചില്ല. ദേവകി പ്രസവിക്കുന്ന എല്ലാ ശിശുക്കളെയും കംസന് കാഴ്ചവെക്കാമെന്ന് വസുദേവൻ പറഞ്ഞു. കംസൻ അതിന് സമ്മതിക്കുകയും ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ദേവകിയുടെ 6 ശിശുക്കളെയും കംസൻ വധിച്ചു കളഞ്ഞു. ദേവകി 7ാമതും ഗർഭിണിയായി. ഭഗവാൻ വിഷ്ണുവിന്റെ നിർദ്ദേശമനുസരിച്ച് ശിശു കംസനാൽ വധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വിഷ്ണുവിന്റെ ഉപദേശപ്രകാരം മായാദേവി ദേവകിയുടെ ദിവ്യഗർഭത്തെ ആവാഹിച്ചെടുത്ത് വസുദേവരുടെ 2ാം ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലാക്കി. അങ്ങനെ ദേവകിക്ക് ഗർഭമലസിപ്പോയ വാർത്ത നാടെങ്ങും പരന്നു. രോഹിണി യഥാസമയം പ്രസവിച്ച ആ ദിവ്യ ശിശുവാണ് ബലരാമൻ. കൃതയുഗത്തിൽ രേവതൻ എന്ന രാജാവ് കടൽ തീരത്തുള്ള ദ്വാരവതി എന്ന രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായ കാകുത്നിയുടെ പുത്രിയായിരുന്നു സർവഗുണസമ്പന്നയും സുന്ദരിയുമായ രേവതി. തന്റെ പുത്രിയുടെ ഗുണഗണങ്ങൾക്കും സൗന്ദര്യത്തിനും അനുയോജ്യമായ ഗുണങ്ങളുള്ള ഒരു വരനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ കാകുത്നി ദുഃഖിതയായി. അതിനാൽ തന്റെ പുത്രിക്ക് അനുയോജ്യനായ വരനാരെന്ന് അറിയുവാനായി അദ്ദേഹം തന്റെ പുത്രിയോടൊപ്പം ബ്രഹ്മലോകത്തേക്ക് ഗമിച്ചു. ആ സമയത്തിൽ ബ്രഹ്മദേവൻ ധ്യാനത്തിലായിരുന്നതിനാൽ അവിടെ 20 നിമിഷങ്ങളോളം അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കേണ്ടതായി വന്നു. ബ്രഹ്മലോകത്തിലെ 20 നിമിഷമെന്നാൽ അത് ഭൂലോകത്തിൽ അനവധി യുഗങ്ങൾക്ക് സമമാണ്. തത്സമയം ഭൂലോകത്തിൽ വൈവസ്വത മന്വന്തരത്തിന്റെ 28ാമത് മഹായുഗത്തിൽ ദ്വാപരയുഗം നടന്നുകൊണ്ടിരുന്നു. ധ്യാനം കഴിഞ്ഞു വന്ന ബ്രഹ്മദേവനോട് കാകുത്നി തന്റെ ആഗമനോദ്ദേശം അറിയിച്ചു. ഇത് ശ്രവിച്ച ബ്രഹ്മദേവൻ താൻ ധ്യാനത്തിൽ അമർന്ന ഈ സമയത്തിനുള്ളിൽ ഭൂലോകത്തിൽ അനവധി യുഗങ്ങൾ കഴിഞ്ഞു പോയെന്നും തത്സമയം ദ്വാപരയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അരുളി ചെയ്തു. ഇതറിഞ്ഞ് ആശങ്കയിലാണ്ട കാകുത്നിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഈ സമയം ദ്വാരകയെ ആണ്ടുകൊണ്ടിരിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനും അദ്ദേഹത്തിന്റെ സഹോദരനായ ബലരാമനുമാണ്. അങ്ങയുടെ പുത്രിക്ക് ഏറ്റവും അനുയോജ്യമായ ഗുണങ്ങളോടുകൂടിയ ഒരേ ഒരാൾ ബലരാമൻ മാത്രമാണ്. അതിനാൽ അങ്ങയുടെ ഗുണശീലയായ ഈ പുത്രിയെ ബലരാമന് നൽകുക. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട കാകുത്നി പുത്രിയോടൊപ്പം ഭൂമിയിൽ തിരിച്ചു വന്നു. അപ്പോൾ മനുഷ്യ സമുദായമാകെ ദ്വാപരയുഗത്തിന് അനുയോജ്യമായി വളരെ ചെറുതായിരിക്കുന്നു എന്ന് കാകുത്നി അറിഞ്ഞു. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാകുത്നിയും രേവതിയും രാക്ഷസ സമാനമായ വലിപ്പമുള്ളവരായിരുന്നു. അവർ ദ്വാരകയിലെത്തി ബലരാമനെ കണ്ട് നടന്ന സംഭവങ്ങൾ പറഞ്ഞു. തന്റെ പുത്രിയെ പത്നിയായി സ്വീകരിക്കണമെന്ന് കാകുത്നി ബലരാമനോട് അപേക്ഷിച്ചു. ബലരാമൻ തന്റെ കലപ്പ കൊണ്ട് രേവതിയുടെ ശിരസിൽ സ്പർശിച്ച് താഴേക്ക് വലിച്ച് അവളുടെ രാക്ഷസീയമായ വലിപ്പം കുറച്ചു, കാലത്തിനനുസരിച്ചുള്ളതാക്കി. തുടർന്ന് രേവതിയും ബലരാമനും തമ്മിലുള്ള വിവാഹം നടന്നു. ഒരിക്കൽ ബലരാമൻ നീരാടുന്നതിനായി യമുനാ നദിയെ അരികിലേക്ക് വിളിച്ചു. എന്നാൽ അതനുസരിക്കാതിരുന്ന യമുനാ നദിയെ തന്റെ കലപ്പ കൊണ്ട് 100 കണക്കിന് കൈവഴികളായി പിരിച്ചു. ഭയന്നുപോയ യമുന ബലരാമനെ അനുസരിച്ചു. കൃഷ്ണപുത്രനായ പ്രദ്യുമ്നന്റെയും രുക്മിണി സോദരനായ രുക്മിയുടെ പുത്രിയുടെയും വിവാഹവേളയിൽ ദുഷ്ടരായ രാജാക്കന്മാരാൽ പ്രേരിതനായ രുക്മി ബലരാമനെ ചൂതുകളിക്കായി ക്ഷണിച്ചു. ചൂതുകളിയിൽ കാപട്യം കാണിക്കുന്നതിൽ സമർത്ഥനായ രുക്മി ബലരാമന്റെ വിജയത്തെ നിഷേധിച്ചു. അതോടൊപ്പം വളരെ നിന്ദ്യമായ രീതിയിൽ അദ്ദേഹത്തെ അപഹസിച്ചു. എന്നാൽ ആ സമയത്ത് ആകാശത്തിൽ നിന്നും ബലരാമനാണ് യഥാർത്ഥ വിജയി എന്നൊരു അശരീരി ഉണ്ടായി. എന്നാൽ ഇതിനെയും നിരാകരിച്ച രുക്മി വീണ്ടും അദ്ദേഹത്തെ പരിഹസിച്ചു. അതുവരെയും തന്റെ കോപത്തെ അടക്കിയിരുന്ന ബലരാമൻ കോപാന്ധനായി തന്റെ ഗദയാൽ രുക്മിയെ വധിച്ചു. ചൂതുകളിയുടെ വേളയിൽ രുക്മിയുടെ പക്ഷം ചേർന്ന് തന്നെ പരിഹസിച്ചവരെയെല്ലാം അദ്ദേഹം കണക്കിന് പ്രഹരിച്ചു. ഭയന്ന രാജാക്കന്മാരെല്ലാം അവിടം വിട്ട് പലായനം ചെയ്തു.
സ്വയംവര വേദിയിൽ നിന്ന് ദുര്യോധന പുത്രിയായ ലക്ഷ്മണയെ അപഹരിച്ചു കൊണ്ടുവന്ന കൃഷ്ണസൂതനായ സാമ്പനെ പിടികൂടിയ കൗരവന്മാർ അവനെ ബന്ധനസ്ഥനാക്കി. ഇതറിഞ്ഞ് ഉഗ്രസേന രാജാവ് ബലരാമനോട് സാമ്പനെ വിടുവിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ബലരാമൻ തന്റെ ആഗമനോദ്ദേശം കൗരവന്മാരെ അറിയിച്ചപ്പോൾ അഹങ്കാരികളായ അവർ അദ്ദേഹത്തിന്റെ വാക്കുകളെ നിസ്സാരവൽക്കരിക്കുകയും സാമ്പനെ ബന്ധനത്തിൽ നിന്ന് വിമുക്തനാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു. കോപാകുലനായ ബലരാമൻ തന്റെ കലപ്പയാൽ ഹസ്തിനപുരി ആകമാനം വലിച്ച് യമുനാ നദിയിൽ ആഴ്ത്തുവാൻ തുടങ്ങി. ഭയന്നുപോയ കൗരവാദികൾ ബലരാമനെ ശരണം പ്രാപിച്ച് തങ്ങളുടെ മോശമായ പെരുമാറ്റത്തിന് ക്ഷമ ചോദിച്ചു. ഒപ്പം സാമ്പന്റെയും ലക്ഷ്മണയുടെയും വിവാഹം അതിഗംഭീരമായി നടത്തുകയും ചെയ്തു. ഭീമസേനനെയും ദുര്യോധനനെയും ഗദായുദ്ധം അഭ്യസിപ്പിച്ചത് ബലരാമനായിരുന്നു. ബലരാമൻ വലിയ മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബലരാമന്റെ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നില്ല. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ബലരാമൻ തീർത്ഥയാത്രയിലായിരുന്നു. ബ്രാഹ്മണശാപം കൊണ്ട് യാദവർ തമ്മിൽ തല്ലി മരിച്ചു. ഇത് കണ്ട് ബലരാമൻ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്ന് ധ്യാന നിമഗ്നനായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും ഒരു വെളുത്ത സർപ്പം ഉദ്ഭവിച്ച് സമുദ്രത്തെ ലക്ഷ്യമാക്കി പോയത്രേ. ഈ സമയത്ത് വരുണൻ അർഘ്യവുമായി വന്ന ആ സർപ്പത്തെ പൂജിച്ചു. അനന്തരം ആ സർപ്പം ശ്വേതദ്വീപിലേക്ക് പോയി. ബലരാമൻ അങ്ങനെ പാൽക്കടലിൽ വിലയം